നമ്മളെല്ലാവരും പാട്ടൊക്കെ കേട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ അങ്ങനെയുള്ള യാത്രയിൽ സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ആ സന്തോഷമെല്ലാം അസ്തമിക്കുകയാണ്. കാരണം കണ്ണൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പുതിയൊരു നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ബസ്സിലെ പാട്ടും ഓഡിയോ സിസ്റ്റവും എല്ലാം എടുത്തു കളയണം. എടുത്തു കളയാത്ത ബസ്സുകൾക്ക് 10,000 രൂപ പിഴയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്ന കർശനമായ നടപടിയാണ് എൻഫോഴ്സ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഇത്തരമൊരു നടപടിയുടെ ആവശ്യമില്ലായിരുന്നു എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ലൈഫിൽ ഡെയിലി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ബസ്സിലുള്ള കുറച്ച് നിമിഷത്തെ യാത്രയിൽ കേൾക്കുന്ന പാട്ട് നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷം അത് വളരെ വലുതാണ്. ഇത്തരം ഒരു നിയമ നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടൂറിസ്റ്റ് മേഖലകളെയാണ്. കാരണം നമ്മളെല്ലാവരും ടൂറൊക്കെ പോകുമ്പോൾ കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് ചില്ലൊക്കെ ചെയ്ത് ഡാൻസ് കളിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിയമ നടപടി അത്തരത്തിലുള്ള എൻജോയ്മെന്റിനെ വളരെ കർശനമായി ബാധിക്കും. ഇതിന്റെ മറുവശത്ത് നിന്ന് ചിന്തിച്ചാൽ ഇത്തരം ഒരു നിയമ നടപടി കൊണ്ട് ഗുണവുമുണ്ട്. കാരണം ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇന്ന് അപകടത്തിൽപ്പെടുന്നു. ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വളരെ ചർച്ചയായ വിഷയമാണ്. കാരണം ഈ എൻജോയ്മെന്റ് ലെവലിന്റെ പരിധി വിടുമ്പോൾ അത് അപകടത്തിലേക്ക് നയിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.